അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തര മന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ, ഇതൊക്കെ ഇവരെ ഇറങ്ങി ഓടിയാണ്. AMMA ഇവിടെ ഇന്ന് മാലാ പാർവതി അൻസിബയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ ശ്വേതാ മേനന്റെയും രമേശ് പിഷാരടിയുടെയും ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറെ ആരോപണങ്ങൾ വേറെ പറയുന്നുണ്ട്. മിക്കവാറും ഇത് ശ്വേതാ മേനൻ തന്നെ ആയിരിക്കും പുറത്തു വിട്ടേക്കുന്നത്. It's not a right feeling to make ഞാൻ ഒരു സാധനം ഞാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്തു എന്ന് പറഞ്ഞാല് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ഇതിനകത്ത് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ വലിയ തർക്കങ്ങളിലായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. വന്ന് നമ്മളെ അറിയിക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ട്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇഷ്യൂ അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ് എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മള് അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബു, സിദ്ദിഖും സുരേഷ് കൃഷ്ണയും സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാലാ പാർവതി, മായ വിശ്വനാഥ്, ഇവരെല്ലാരും പറയുന്ന കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. ബാബുരാജ് നിങ്ങൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളോ വീഡിയോസോ ഓഡിയോസോ എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? നിങ്ങള് മീഡിയാസിന്റെ മുന്നിൽ വന്നിട്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ വന്ന് പറഞ്ഞ ഞാൻ രാജിവെച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ഡബിൾ സ്റ്റാൻഡാ കളിക്കുന്നേ? ഇപ്പൊ രാജിവെച്ച് കഴിഞ്ഞാ കുറെ കാര്യങ്ങൾ സ്വന്തം തലയിൽ വീഴും എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ഞാൻ രാജിവെച്ചിട്ടില്ല എന്നുള്ളതും കൊണ്ട് വന്നത്. ഓരോന്നും വിളിച്ചു പറയുമ്പോ ആദ്യം ആലോചിക്കണം. ഇല്ലെങ്കില് ഇതുപോലെ പബ്ലിക്കിന്റെ മുന്നിൽ നാറും. ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് ജനറൽ ബോഡി അവര് ഒരുപാട് മോശമായിട്ട് പല പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മായ വിശ്വനാഥ്, അതുപോലെ സിദ്ദിഖ്, ഇവരുടെയൊക്കെ പേരെടുത്ത് വന്നിട്ടുണ്ട്. പഹാജ, മജീദ്, അങ്ങനെ കുറെ പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് അശ്ലീലം പറഞ്ഞു എന്നാണ് ആ ഓഡിയോ ക്ലിപ്പിൽ അവർ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ അശ്ലീലം എന്ന് പറഞ്ഞത് അവർ വന്നപ്പോൾ മുതല് അവരെ കേൾക്കാൻ ഞങ്ങൾ സ്ത്രീകൾ തയ്യാറായിരുന്നു. സ്ത്രീകൾ മുമ്പിൽ നിന്ന് തന്നെ എന്നെ ഉൾപ്പെടെ കുറച്ചു പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറൽ മുമ്പ് ഞങ്ങൾക്ക് ചേച്ചി സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് പറയാനുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കാലയളവിൽ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരണം ഉണ്ടാവും. അപ്പൊ ഞാനും പറഞ്ഞു അത് ഞങ്ങൾക്ക് കേൾക്കണം, അത് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് കൂടെ നിന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. എന്നിട്ട് നീതി എവിടെയാണ്, ശരി എവിടെയാണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്യണം പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ജനറൽ ബോഡിക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. പക്ഷെ ജനറൽ ബോഡി തുടങ്ങി ഇവർ വന്നതിന് ശേഷം അവര് ഇപ്പൊ ഇതിന്റെ കാലയളവിൽ നടന്ന ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ല. ഇവർക്ക് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ നിർത്തിയേക്കുമായിരുന്നു. പിന്നെ ഇവരെ കൊണ്ടുപോയി ചോദിച്ചു മേടിച്ചിട്ടാണ് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞത്. അതുപോലെ ശ്വേതാ മേനോൻ പറയുന്നുണ്ട് എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, ഒന്നിക്ക് അതെടുത്ത് പബ്ലിക് ആക്കുക, അല്ലെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക. ഇത് രണ്ടും ചെയ്യാത്ത എന്താ നിങ്ങള്? ശ്വേതാ മേനോൻ BJPയുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ മേടിച്ചു എന്നുള്ളതിന്റെ തെളിവടക്കം ഇവര് പുറത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നൊന്നും പറയാനില്ലേ? ആരൊക്കെയോ ചീത്ത വിളിച്ചു, മറ്റേ അശ്ലീലം പറഞ്ഞു, അതിന്റെ ഒക്കെ പ്രൂഫ് കയ്യിലുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അല്ലെ? അവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊന്നും പ്രശ്നമില്ല.
അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷം, നമുക്ക് സന്തോഷം അങ്ങനെ തന്നെ ഇരിക്കണം വലിയ നമ്മളെല്ലാം ആഗ്രഹം. പക്ഷെ അവിടെ വന്നതിന് ശേഷം അവർ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. എന്നിട്ട് അവർ സംസാരിച്ചത് മുഴുവൻ അവരുടെ ഭാഗം കേൾക്കാൻ കഴിഞ്ഞ ആൾക്കാർ അത്രയ്ക്ക് നാണക്കെട്ടിരിക്കും. അമ്മയിലെ അംഗങ്ങൾ മുഴുവൻ അതിനെ കുറിച്ച് അവരൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞത് മുഴുവൻ 1500 രൂപ പെൻഷൻ നമ്മൾ കൂട്ടുകയായിരുന്നു. ഈ 1500 രൂപ കഴിഞ്ഞ കമ്പനി 5000 രൂപ നിന്നതാണ്. ഈ അമ്മ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു പരാജയമായിട്ടുള്ള സംഘടനയാണ്. കാരണം ഡെയിലി ഓരോന്ന് പുറത്തു വരുന്നു എന്നല്ലാണ്ട് ഇതിലൊരു കുറവും വരുന്നില്ല. ഡെയിലി ഓരോന്ന് കൂടുക. അപ്പൊ പിന്നെ ഇതിനെ പരാജയം എന്നല്ലാണ്ട് സക്സസ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ നമ്മുടെ ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിംഗ് എടുക്കാനും വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം, അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു. അപ്പൊ രമേശ് ചെന്നിത്തല സാർ പറഞ്ഞു ഞാൻ വിളിച്ച് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ഫോൺ കട്ട് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം എന്നെ പാലായോട്ടം സ്റ്റേഷനിൽ എന്നെ വിളിക്കുകയാണ്. എന്റെ CI വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പേര്, വയസ്സ്, കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു, അക്നോളജ്മെന്റ് അയച്ചിട്ടുണ്ട്, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ FIR അല്ല, അത് നിങ്ങൾ 14 ദിവസം ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തുന്നത്. ഒരു പെൺകുട്ടിക്കെതിരെ ഫ്ലഡ് ഷേവിങ്ങിന്റെ ഏറ്റവും മാക്സിമമാണ് ട്രെയിലറും ടീച്ചറും പ്രീമിയറും അടക്കം ചെയ്ത് വെച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനില് ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും കേസെടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു വിലയില്ലേ ആഭ്യന്തരമന്ത്രിക്കൊന്നും? പോലീസുകാരാണ് അങ്ങ് മുകളിലുള്ള എന്തോ ആണെന്നുള്ള വിചാരാണോ? അല്ലടേ, ആഭ്യന്തരമന്ത്രി വരെ വിളിച്ച് സംസാരിച്ചിട്ട് ഇവർക്ക് കേസെടുക്കാൻ പറ്റത്തില്ല. 14 ദിവസത്തെ എൻക്വയറി നടത്തണം പോലും. ഇങ്ങനെയുള്ള ഇടത്ത് എന്താ വിശ്വസിച്ചിട്ട് പോയിട്ട് നമ്മൾ ഒരു കംപ്ലൈന്റ് പറയും? തിരിച്ചു പറയത്തില്ലേ 14 ദിവസത്തെ എൻക്വയറി കഴിഞ്ഞിട്ട് നമ്മൾ കേസെടുക്കാം കേട്ടോ എന്നല്ലേ നിങ്ങൾ പറയത്തുള്ളൂ? പോലീസുകാർ പറയുന്നത് പ്രിലിമിനറി എൻക്വയറി നടത്തണം, പ്രഥമ ദൃഷ്ട്യാ തന്നെ കേസുണ്ട്. FIR എന്താണ് കുഴപ്പം? FIR ഇട്ടിട്ട് കഴമ്പില്ലെങ്കിൽ പറയാലോ. പക്ഷെ പ്രിലിമിനറി എൻക്വയറി മാത്രമാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. ഇത് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ്. സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുമല്ലോ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്? എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരിയായിട്ടുള്ള കാര്യല്ലേ? പരാതിയും കൊണ്ടുവരുമ്പോ 14 ദിവസത്തെ എൻക്വയറി കഴിഞ്ഞിട്ട് കേസ് എടുക്കാന്ന് പറയുക. അപ്പൊ 14 ദിവസം നമ്മൾ എന്തോ ചെയ്യണം? പോലീസ് സ്റ്റേഷൻ മൊത്തം കയറി ഇറങ്ങി നടക്കണോ? എൻക്വയറി കഴിഞ്ഞ സാറേ എന്ന് ചോദിച്ചുകൊണ്ട്. അല്ലടേ, ഒരു വിലയില്ല സാധാരണക്കാരുടെ പരാതികൾക്കൊന്നും. കുറെ പൈസയും പിടിപാടുള്ള ആൾക്കാരാണെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. ടിനി ടോമൊക്കെ വാട്സാപ്പിൽ കൂടെയാ കംപ്ലൈന്റ് കൊടുക്കുന്നത്. അപ്പൊ കേസ് എടുക്കുമല്ലോ. പല കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അച്ഛനോടൊപ്പം നിന്ന് ഇവർക്ക് ഉത്തരവില്ലാതെയായി എന്നുള്ളത് സത്യമാണ്. അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ? ഇത് ജനറൽ ബോഡി സീരിയസ് ആയിട്ട് എടുത്തൊരു ആരോപണമൊന്നല്ല. പിറ്റേ ദിവസം ലക്ഷ്മിപ്രിയ പറയുമ്പോഴാണ് നമ്മൾ ഇത്ര ഗൗരവം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നത്. അപ്പൊ ഇവരെ ഇറങ്ങി ഓടിയാണ്. ബാബുരാജ് ആരോപണം വെച്ചപ്പോഴാണ് ശ്വേതമേനോൻ ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്നും പറഞ്ഞിറങ്ങി ഓടിയതല്ലേ? ആ 2 കൂടെ എങ്ങനെ തിന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട്? എന്തിനാണ് ഓടുന്നത്? നമ്മളൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിച്ചു ചോദിക്കുക. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് അങ്ങനെ ഓടിയത്. അതിനുശേഷം ഞാൻ പോവുകയാണ്, അംഗത്വം രാജിവെച്ച് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് അവർ പോകും. കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവിടെ കുറെ പരിപാടികളുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ
15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ് ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണോ? ശ്വേത പലവട്ടം പറഞ്ഞു അവര് കോൺഗ്രസ് ആണ്, അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവുമില്ല, ഒരു അയിത്തവുമില്ല. പക്ഷെ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴാണ് അൻസിബ കള്ളി, അൻസിബക്ക് അവിഹിതം, അൻസിബക്ക് മറ്റേത് മറിച്ചത് എന്നും പറഞ്ഞിട്ട് ആരോപണമായിട്ട് ലക്ഷ്മിപ്രിയയും ബാക്കിയുള്ള ആൾക്കാരങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ കള്ളത്തരം കാണിക്കാം, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്ത ആൾക്കാർ കുറ്റക്കാര്. ഇതാണ് നിങ്ങളുടെ അമ്മ സംഘടനയുടെ നിലവിലെ അവസ്ഥ. ശരി, എന്നാ നടക്കട്ടെ.